ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 5. ഞങ്ങൾക്ക് യേശുവിൻ്റെ സഹായം വേണം. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഒടുവിൽ ആ ദിവസം വന്നെത്തി. എൻ്റെ പിതാവ് തകർക്കപ്പെടാത്തവനല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസം. ഒരു ആൺകുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും എനിക്കറിയാമായിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായ എൻ്റെ ആദ്യകാലങ്ങളിൽ പിതാവിൻ്റെ പുറത്ത് പരിക്കേറ്റു. എൻ്റെ അച്ഛൻ മർത്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അച്ഛനെ സഹായിക്കാനായി ഞാൻ വീട്ടിൽ നിന്നു. അച്ഛനെ കുളിമുറിയിൽ കൊണ്ടുപോകാനും വസ്ത്രം ധരിപ്പിക്കാനും ഒരു ഗ്ലാസ് വെള്ളം വായിലേക്ക് അടുപ്പിക്കാൻ പോലും എൻ്റെ സഹായം ആവശ്യമായിരുന്നു. അത് അദ്ദേഹത്തെ വിനയാന്വിതനാക്കി. ചെറിയ ജോലികൾ ചെയ്യുവാൻ അദ്ദേഹം ചില പ്രാരംഭ ശ്രമങ്ങൾ നടത്തി. പക്ഷേ നിന്റെ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് സമ്മതിച്ചു. ഒടുവിൽ അദ്ദേഹം ക്രമേണ തൻ്റെ ദൃഢസ്വഭാവം വീണ്ടെടുത്തു. എന്നാൽ ആ അനുഭവം ഞങ്ങൾ രണ്ടുപേരെയും ഒരു പ്രധാന പാഠം പഠിപ്പിച്ചു. ഞങ്ങൾക്ക് പരസ്പരം വേണം. നമുക്ക് പരസ്പരം ആവശ്യമുള്ളപ്പോൾ നമുക്ക് യേശുവിനെ കൂടുതൽ ആവശ്യമുണ്ട്. യോഹന്നാൻ 15-ൽ മുന്തിരിവള്ളിയുടെയും കൊമ്പുകളുടെയും ചിത്രങ്ങൾ നാം മുറുകെ പിടിക്കുന്ന ഒന്നായി തുടരുന്നു. എങ്കിലും മറ്റൊരു പദപ്രയോഗം ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ സ്വയാശ്രയത്തിന്മേലുള്ള കനത്ത പ്രഹരവുമാണ്. നമ്മുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കടന്നു വരുന്ന ചിന്ത എനിക്ക് സഹായം ആവശ്യമില്ല എന്നതാണ്. യേശു പറയുന്നത് വ്യക്തമാണ്: എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു ശിഷ്യന്റെ പ്രധാന സവിശേഷതകളായ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിങ്ങനെയുള്ള ഫലം കായ്ക്കുന്നതിനെ കുറിച്ചാണ് ക്രിസ്തു സംസാരിക്കുന്നത്. ഫലം കായ്ക്കുന്നതിനായിട്ടാണ് യേശു നമ്മെ വിളിക്കുന്നത്. അവനിലുള്ള നമ്മുടെ പൂർണ്ണമായ ആശ്രയം ഫലവത്തായ ഒരു ജീവിതം നൽകുന്നു. പിതാവിൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന ഒരു ജീവിതം. ചിന്തിക്കുക, അങ്ങയെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന പ്രാർത്ഥന ലളിതവും ശക്തവുമാണ്. പ്രാർത്ഥന ആവശ്യമുള്ള ഏതു സാഹചര്യങ്ങളെയാണ് ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? ദൈവത്തിന് മഹത്വം.